ബാൾട്ടിക് രാജ്യമായ ലിത്വാനിയയിൽ ഈ വർഷത്തെ വേനൽക്കാലം കർഷകർക്ക് സമ്മാനിച്ചത് അതിശക്തമായ മഴയുടെയും തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെയും വേദനയാണ്. പതിവില്ലാത്ത വിധം ചെയ്ത വേനൽക്കാല മഴ രാജ്യത്തിന്റെ കാർഷിക മേഖലയെ തകിടം മറിച്ചു. വിളകൾ പൂർണ്ണമായും നശിക്കുകയും കർഷകർ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ലിത്വാനിയൻ സർക്കാർ രാജ്യവ്യാപക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ ദുരന്തത്തെയും സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയും വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ സാധാരണയായി മിതമായ വേനൽക്കാലം ലഭിക്കുന്ന ലിത്വാനിയയിൽ ഈ വർഷം മെയ് മാസത്തിന്റെ അവസാനത്തോടെയാണ് മഴ ശക്തമാകാൻ തുടങ്ങിയത്. ജൂണിലും ജൂലൈയിലും മഴയുടെ ശക്തി വർദ്ധിച്ചു. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടിയ മഴ ലഭിച്ച വർഷമായി ഈ വേനൽക്കാലത്തെ മാറ്റി. 2007 ഇതിനു മുമ്പ് ഇത്രയധികം മഴ ലഭിച്ചത്. ചില പ്രദേശങ്ങളിൽ ഒരു മാസത്തിൽ സാധാരണയായി ലഭിക്കുന്ന മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു തീർന്നു. ശരാശരി മഴ പ്രതിമാസ മാനദണ്ഡത്തിന്റെ 167% വരെ എത്തിയെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കനത്ത മഴ രാജ്യത്തിന്റെ 7900 ഹെക്ടറിലധികം വരുന്ന കൃഷിഭൂമിയാണ് നേരിട്ട് ബാധിച്ചത്. ശൈത്യകാല ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ പ്രധാന വിളകൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. വയലുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വിളകൾ നശിച്ചു പോവുകയും കർഷകർക്ക് വിളവെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. കാർഷിക മേഖലയിലെ വിദഗ്ധരുടെ കണക്കനുസരിച്ച് ചില പ്രദേശങ്ങളിൽ വിളകളുടെ 50% മുതൽ 70% വരെ നശിച്ചു. മഴയുടെ നാശനഷ്ടങ്ങൾ കൃഷിഭൂമിയിൽ മാത്രം ഒതുങ്ങിയില്ല. തുടർച്ചയായി വെള്ളം നിറഞ്ഞ മണ്ണ് അതിന്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തി. നിലവിൽ മണ്ണിൽ ജലാംശം കൂടുതലായതിനാൽ ചെറിയ തോതിലുള്ള മഴ പോലും വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കി. അടുത്ത കൃഷി ഇറക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ വലിയ ദുരിതത്തിലായ ഈ സാഹചര്യത്തിൽ അവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ ലിത്വാനിയൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ടു. ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ രാജ്യവ്യാപകമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതായി സർക്കാർ അറിയിച്ചു. അതിശക്തമായ കാലാവസ്ഥയെ തുടർന്ന് ബുദ്ധിമുട്ടിലായ കർഷകർക്ക് ഏകോപിതമായ സഹായം നൽകുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തെ 14 മുനിസിപ്പാലിറ്റികൾ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ രാജ്യവ്യാപക പ്രഖ്യാപനത്തിലൂടെ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സർക്കാരിന് സാധിക്കും. ഇതിന്റെ ഭാഗമായി കൃഷി മന്ത്രി കെസ്റ്റുട്ടിസ് നാവിക്കാസിനെ സ്റ്റേറ്റ് ഓപ്പറേഷൻസ് കമാൻഡറായി നിയമിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം കർഷകർക്ക് ചില സമയപരിധികളും ഭരണപരമായ ആവശ്യകതകളും ഒഴിവാക്കി ലഭിക്കും എന്നതാണ്. ഇതിലൂടെ കർഷകർക്ക് പിഴകൾ നേരിടാതെ വിളവെടുപ്പ് പൂർത്തിയാക്കുന്നതിനും മറ്റ് കാർഷിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും സാധിക്കും. ഉദാഹരണത്തിന് ഓഗസ്റ്റ് പകുതിക്ക് മുമ്പ് വിത്ത്, തൈകൾ വിതയ്ക്കാനുള്ള കരാർ ബാധ്യതകൾ കർഷകർക്ക് പാലിക്കാൻ സാധിക്കില്ലെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കി. ഇത്തരം കരാർ ബാധ്യതകളിൽ നിന്ന് കർഷകർക്ക് ഇളവ് ലഭിക്കും. ഇത് അവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും. കാർഷിക മന്ത്രിസഭയുടെ ഉപസമിതി ചെയർമാൻ ആൻഡ്രിയസ് പാലിയോനിസ് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞതുപോലെ ഈ നടപടിയിലൂടെ കർഷകർക്ക് തങ്ങളുടെ വിളവെടുപ്പിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ കഴിയും. ഭരണപരമായ നൂലാമാലകൾ കാരണം നഷ്ടപരിഹാരത്തിനോ മറ്റ് സഹായങ്ങൾക്കോ അപേക്ഷിക്കാൻ വൈകുന്നത് ഒഴിവാക്കാനും ഈ പ്രഖ്യാപനം സഹായിക്കും. ലിത്വാനിയയിൽ മാത്രമല്ല, സമീപ രാജ്യങ്ങളിലും ഈ വർഷം കാലാവസ്ഥാ ദുരന്തം കാർഷിക മേഖലയെ ബാധിച്ചു. കഴിഞ്ഞ ആഴ്ച ലിത്വാനിയയുടെ അയൽ രാജ്യമായ ലിത്വയെയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. കനത്ത മഴ, മഞ്ഞ്, വെള്ളപ്പൊക്കം എന്നിവ കാരണം ലിത്വയിലെ വിളകൾക്കും വലിയ നാശനഷ്ടമുണ്ടായി. ലിത്വേൻ പാർലമെന്റ് സ്പീക്കർ ഡൈഗ മിയർന വിളനാശം കാരണം രാജ്യത്ത് ഭക്ഷ്യവില ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ലിത്വാനിയയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷയെയും വിലസ്ഥിരതയെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യങ്ങൾ നീങ്ങുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളിലെയും സർക്കാരുകൾ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയും തുടർന്ന് നടപ്പിലാക്കാൻ പോകുന്ന സഹായ നടപടികളും കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. സാമ്പത്തികമായി തകർന്ന കർഷകരെ സഹായിക്കാൻ സർക്കാർ വേഗത്തിൽ പ്രവർത്തിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഈ വർഷത്തെ കാലാവസ്ഥാ ദുരന്തം ലിത്വയുടെയും കാർഷിക മേഖലയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിളനാശം കാരണം കർഷകരുടെ വരുമാനം കുറയും. ഇത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെയും വിലയെയും ബാധിച്ചേക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായ കാർഷിക മേഖലയിലെ ഈ തകർച്ച മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. വിളനാശം കാരണം വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ടായാൽ അത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും. ഈ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ലിത്വാനിയൻ സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുക,
അടുത്ത കൃഷിക്കുള്ള സഹായങ്ങൾ നൽകുക, വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ കാർഷിക മേഖലയെ കൂടുതൽ സജ്ജമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വിളകൾ കൃഷി ചെയ്യാനും ആധുനിക ജലസേചന രീതികൾ അവലംബിക്കാനും കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ലിത്വാനിയൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ വളരെ നിർണായകമാണ്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും കർഷകരുടെ ജീവിതവും ഈ നടപടികളെ ആശ്രയിച്ചിരിക്കുന്നു. സർക്കാരിന്റെ സഹായം എത്രത്തോളം വേഗത്തിൽ കർഷകരിലേക്ക് എത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രതിസന്ധിയുടെ ഭാവി.